അതിനെ യാഥാർത്ഥ്യപൂർവ്വം അംഗീകരിക്കല്ലാതെ അങ്ങനെ വരുന്നത് ഏതോ ഒരു ശക്തിയുടെ സവിശേഷതയാണ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കഴിവാണ്, ഞാൻ സംസാരിക്കുന്ന ദൈവത്തിന്റെ കഴിവാണ് എന്ന് വിശ്വസിക്കുവാനുള്ള ചോദ്യകർത്താവിന്റെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അത് അംഗീകരിക്കുവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്റെ പേര് നിയാസ്, 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. സാർ, കലാനാഥൻ സാറിനോടാണ് എന്റെ ചോദ്യം. സാറിന്റെ പ്രസംഗത്തിൽ സാറ് മുഹമ്മദ് നബിയെയും ഖുർആനെയും വിമർശിച്ചു എന്ന് എനിക്ക് തോന്നി. സാറ് മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മതപണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ് ഖുർആനിലും മറ്റും അദ്ദേഹം സൂചിപ്പിച്ചത് എന്ന് സാറ് പരാമർശിച്ചു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വ്യക്തമായ രൂപത്തെക്കുറിച്ചും റോമ സാമ്രാജ്യം ആക്രമിക്കപ്പെട്ട് തിരിച്ചുവരവിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ദൈവത്തിൽ നിന്നുള്ള അവബോധത്തിലൂടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഖുർആനിൽ അദ്ദേഹത്തിന്റെ സഹവാസികളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും മറ്റുള്ള അദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങളും രണ്ടിന്റെയും ഒരു സമ്മിശ്രമാണ് എന്നാണോ സാറിന്റെ വാദം? ഈ വാദത്തോട് അക്ബർ സാഹിബിന്റെ പ്രതികരണവും ഒന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രപഞ്ചകാര്യങ്ങളെക്കുറിച്ച് മതപണ്ഡിതന്മാർ മാത്രമല്ല, മതേതര പണ്ഡിതന്മാരും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ദൂരവീക്ഷണത്തോട്ട് കണ്ടെത്തിയവരുണ്ട്. ടോളമിയുടെ കാലത്ത് ഭൂമി പരന്നതായിരുന്നു. ക്രിസ്തുവർഷം 4ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഭാസ്കരാചാര്യൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാ. ഒരൊറ്റ കുട്ടി മാനിച്ചില്ല. അവർക്ക് പരലോകജ്ഞാനൊന്നും കിട്ടിയിട്ടല്ല. പക്ഷെ പിൽക്കാലത്തെ ചരിത്രം അത് സത്യമാണെന്ന് തെളിയിച്ചു. അപ്പോ ആത്മീയവാദികളായ ആളുകൾക്കും ഭൗതികവാദികളായ ആളുകൾക്കും സാമൂഹ്യത്തിൽ ശക്തമായി ഇടപെടുമ്പോൾ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ ബോധമുണ്ടാകും. അക്കാര്യത്തിൽ നബി ഒട്ടും പിന്നിലല്ല. ഒരു വണിക്ക് വ്യാപാരത്തിന് വേണ്ടി രാജ്യങ്ങൾ മുഴുവൻ ചുറ്റിയടിച്ച വിവിധ ദേശങ്ങളിലെ ജനനേതാക്കന്മാരുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും ജൂതമത പണ്ഡിതന്മാരുമായി 1ാം തരം സംവാദം നടത്തി പരിചയപ്പെട്ട മുഹമ്മദ് നബിക്ക് മതദർശനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ അറേബ്യൻ വിവരങ്ങൾ മാത്രമല്ല, അതിന്റെ പുറത്ത് രാജ്യങ്ങളിലെ വിവരങ്ങളും അദ്ദേഹത്തിന് സമ്പാദിക്കാനുള്ള ഭൗതികം അദ്ദേഹത്തിന്റെ മാതിരിയുള്ള ആളുകൾക്ക് സൗകര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യങ്ങളെ ഒരു വ്യക്തിയുടെ പരിമിതിയിലേക്ക് ഒതുക്കേണ്ടതില്ല. ഒരു സമൂഹത്തിന്റെ വിജ്ഞാന മണ്ഡലമായിട്ട് അതിനെ വികസിപ്പിച്ച് കാണണം. ഇദ്ദേഹം പറഞ്ഞതുപോലെ സൂര്യചന്ദ്രന്മാരുടെ ഗമനങ്ങളെക്കുറിച്ചൊക്കെ ഖുറാനിൽ പറഞ്ഞ പരാമർശങ്ങൾ അശാസ്ത്രീയമായ ചില പരാമർശങ്ങളുണ്ട്. സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഏതോ ഒരു കുളത്തിലേക്ക് എന്നൊരു പ്രയോഗമുണ്ട്. ഉദ്ധരണി ഇപ്പൊ ഞാനെടുത്ത് വായിച്ച് അവതരിപ്പിക്കാൻ സമയമില്ല. ഭൂമിയെക്കുറിച്ച് ഖുറാനുള്ള പരാമർശം ഭൂമിയെ അവൻ പരത്തി എന്നല്ലാതെ ഉരുട്ടി എന്നൊരൊറ്റ ഭാഗത്തും പറഞ്ഞിട്ടില്ല. 300 ചില്ലുവാനും സ്ഥാനങ്ങളിൽ ഭൂമി പരാമർശം ഖുറാനിലുണ്ട്. അവൻ ഭൂമിയെ പരത്തി, അതിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു. അതെന്തിനു വേണ്ടിയെന്നാൽ അത് മനുഷ്യനെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. CN നൗമദിലിയുടെ തർജ്ജമയിൽ നിന്നാണ് ഞാൻ ഈ മലയാള പരിഭാഷ ഉദ്ധരിക്കുന്നത്. അപ്പൊ അത്തരം പരാമർശങ്ങളും അതിലുണ്ട്. ഇതേപോലെ അന്നത്തെ വിവരത്തോട് ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ, ശരിയല്ലാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഈ ശരിയല്ലാത്ത വിവരങ്ങൾക്ക് എന്താണ് ഉത്തരം കണ്ടെത്തുക? അപ്പോൾ മാത്രമാണോ മുഹമ്മദ് നബിയെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടത്? അതുകൊണ്ട് ഒരു പ്രത്യേക വാചകത്തെ അവലംബമാക്കിയിട്ട് കാണുന്നതിന് പകരം സാമൂഹ്യശാസ്ത്രപരമായി നബി ജീവിച്ച കാലഘട്ടത്തിന്റെ ഒരു ഉപകരണവും ഒരു ഉൽപ്പന്നവുമാണ് നബി എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് ചരിത്രപരമായ അറിവിന്റെ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ അവതരിപ്പിച്ചത്. അത് മുഹമ്മദ് നബിയെയോ ഇസ്ലാമിയെയോ അവഹേളിക്കാനല്ല, വസ്തുതകളെ വസ്തുതകളമായി കാണാനുള്ള ഒരു മനോഭാവത്തിൽ നിന്നാണ്. ചോദ്യകർത്താവ് എന്റെ കമന്റും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നത്. ഇവിടെ കലാനന്ദ മാഷ് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ സുബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ സുബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഒരു സിദ്ധവൈഭവമുള്ള ബുദ്ധിയുടെ ബോധപൂർവമായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലായിരുന്നു എന്നാണ്. അവിടെ തന്നെ കലാനന്ദ മാഷിന്റെ അടിസ്ഥാന ആശയം പൊളിയാണ്. എന്താന്ന് വെച്ചാൽ ഒരു സിസോഫ്രെനിക്കിന് ഈ രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് കൃത്യമായ അറിവ് സമ്പാദിക്കുകയും ആ അറിവിനെ വളരെ സമർത്ഥമായി അവതരിപ്പിക്കുകയും ചെയ്യാൻ മാത്രം ബുദ്ധി ഉണ്ടാകും എന്ന് വിചാരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് ഒരു ബുദ്ധിപരമായ ചർച്ചയല്ല. പരമാവധി കയ്യടി ഒഴിവാക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വൈകാരിക പ്രകടനം വേണ്ട, പക്ഷപാതങ്ങൾ നമുക്ക് വേണ്ടതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യടിക്കാൻ നിന്നാൽ. അപ്പോ ഒന്നത് പിന്നെ അബദ്ധങ്ങൾ ഉണ്ടെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമില്ല.
ഒരബദ്ധവുമില്ല. ഇത് ബോധപൂർവം പറയണാണ്. വെള്ളത്തിലേക്ക് സൂര്യൻ പോകും എന്ന് പറഞ്ഞിട്ട് ഖുർആനിലൊരു പരാമർശമല്ല. സൂര്യൻ ചലിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് അബദ്ധമാണെന്ന് എടമറുഗ് അദ്ദേഹത്തിന്റെ ഖുർആൻ വിമർശന പഠനത്തിന്റെ ആദ്യത്തെ പതിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത് അബദ്ധമാണെന്ന് തന്നെയായിരുന്നു ഞങ്ങളെല്ലാം ചെറുപ്പത്തില് സൂര്യചന്ദ്രന്മാരെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത്. സണ്ണി സ്റ്റേഷനറി എന്നാണ് ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞ് പഠിച്ചിരുന്നത്, റിവോൾവിംഗ് റൗണ്ട്. പിന്നെ അപ്പോ ഇത് സത്യത്തിൽ അബദ്ധമാണ് എന്ന് നമുക്കറിയാം. സൂര്യൻ ചുരുങ്ങിയത് 4 തരം ചലനങ്ങൾക്കെങ്കിലും വിധേയമാണ് എന്നുള്ള വസ്തുത. സൂര്യചലനത്തെക്കുറിച്ചുള്ള ഖുർആനിലെ പരാമർശങ്ങളെല്ലാം കൃത്യമാണ്, യാതൊരു പ്രശ്നമല്ല. പിന്നെ ഭൂമിയെ പരത്തിയതും അതേപോലെ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ? പരന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഇതെന്താ ടോളമിന്റെ കാലത്തെ മനുഷ്യനാണ്. ടോളമിയും ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. പക്ഷേ ഏതായിരുന്നാലും ഭൂമി നടുവിലാണ്, അതിന് ചുറ്റും ഉള്ള ഷെൽസ് ആയിട്ടാണ് സൂര്യനും ചന്ദ്രനും എല്ലാം. ഭൂമി നടുവിൽ ഒരു ഉരുണ്ടിട്ട് നിൽക്കുന്ന സാധനമാണെന്ന് തന്നെയായിരുന്നു ടോളമിന്റെ സങ്കല്പം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭൂമിയെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിൽ പല രൂപങ്ങളിലുള്ള പരാമർശങ്ങളുണ്ട്. ഭൂമിയെ എന്നല്ല എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവനും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മനുഷ്യർക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ്. സൂര്യനെ നിങ്ങൾക്ക് വേണ്ടി വിളക്കാക്കി തന്നവൻ, ചന്ദ്രനെ നിങ്ങൾക്ക് വേണ്ടി വെളിച്ചമാക്കി തന്നവൻ, ആ ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങൾ ഇറക്കി തന്നവൻ, ആ നിങ്ങൾക്ക് ആവശ്യമായ സസ്യലതാദികളെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഇങ്ങനെ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യന് സർവശക്തനായ തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളായി കാണിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമിയെ വിധാനിച്ചത്, ഭൂമിയെ വിരിപ്പാക്കിയത്, ഭൂമിയെ തൊട്ടിലാക്കിയത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി തവണ പറയുന്നുണ്ട്, ഖുർആൻ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കിയിട്ടില്ലേ, അലം നജ്അലിൽ അർള മിഹാദ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധാനിച്ചു തന്നില്ലേ. ഇവിടെ തൊട്ടിലാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് ആരും എന്ത് മനസ്സിലാക്കാറില്ല, ഭൂമി 2 സൈഡിലേക്ക് ഇങ്ങനെ പൂർത്തി കെട്ടിയിട്ട് ഇങ്ങനെ ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്ന തൊട്ടിലാണ് എന്നാണ് മുഹമ്മദ് നബി വിചാരിച്ചതെന്ന് ആരും വിചാരിക്കാറില്ല. എന്താണ് തൊട്ടിൽ? തൊട്ടിൽ ഒരു കുഞ്ഞ് സുഖസുന്ദരമായി കിടന്നുറങ്ങുവാൻ ഉപയോഗിക്കുന്ന, ഒരു പ്രയാസമില്ലാതെ പ്രശ്നമില്ലാതെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളമുള്ള ഒരു ഏക തൊട്ടിൽ. നീണ്ടു നിവർന്ന് മനുഷ്യന് കിടക്കാൻ കഴിയുന്ന ഏക വിരിപ്പ് ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളം മനുഷ്യന് ഭൂമിയാണ്. ഇതേപോലെ തന്നെ ഭൂമിക്ക് ആപേക്ഷികമായി മനുഷ്യന് ഭൂമി വിധാനിക്കപ്പെട്ടതാണ്. ഭൂമിക്ക് ആപേക്ഷികമായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഭൂമി വിധാനിക്കപ്പെട്ടതാണ് എന്നാണ് ഭൂമിയുടെ സവിശേഷത. ആ സവിശേഷത പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഭൂമിയുടെ അതേസമയം പ്രപഞ്ചത്തിന് മറ്റൊരു ഗോളവുമായി ആപേക്ഷികമായി പറയുമ്പോൾ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുമുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനം, യുക്കബ്ബിറു ലൈല അലൻ നഹാരി വ യുക്കബ്ബിറു നഹാറ അലൽ ലൈൽ. രാത്രിയെ പകലിന്മേൽ ചുറ്റിക്കുന്നു, പകലിനെ രാത്രിയിൽ മേൽ ചുറ്റിക്കുന്നു. ഇത് അറബിയിലെ യുക്കബ്ബിറു എന്നുള്ള ആ ക്രിയ, കവറ എന്ന ക്രിയയിൽ നിന്നുണ്ടായത് കുറത്ത് എന്ന് പറഞ്ഞാൽ ഏത് അറബി ചെറിയ കുട്ടികൾക്ക് വരെ അറബി അറിയാവുന്ന കുറത്ത് എന്ന് പറഞ്ഞാൽ പന്ത് എന്നാണ്. ഒരു ഗോളം മറ്റൊരു ഗോളത്തിനെ ചുറ്റുന്നതിനെ കുറിച്ചാണ് ഇത് പറയാറ്. അപ്പൊ ഞാൻ പറയുന്നത് പ്രകൃതിയിലെ ഈ രാപ്പകലുകളുടെ മാറ്റം എന്നുള്ളത് ഭൂമിക്ക് ആപേക്ഷികമായി നടക്കുന്നതല്ല, മറിച്ച് എന്താണ് സൂര്യനാപേക്ഷികമായി നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭൂമിക്ക് പുറത്തു നിന്ന് വീക്ഷിക്കുന്ന രൂപത്തിലുള്ള മാറ്റം. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഗോളാകൃതിയോ അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന പ്രതിഭാസങ്ങളോ ഒന്നും വിശദീകരിക്കാനുള്ള ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമേ മനുഷ്യ വിജ്ഞാനത്തിന് തന്നെ അർത്ഥം ഉണ്ടാകുള്ളൂ. അതേസമയം ഇത് ഖുർആൻ എന്താണ്, ധാർമ്മിക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ വാദം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമില്ല എന്നുള്ളതാണ്, ഒരു അബദ്ധവുമില്ല എന്നുള്ളതാണ്. ഇവിടെ പർവ്വതങ്ങളെ മനുഷ്യരുമായി ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ മൗണ്ടൻസിന്റെ